നമസ്കാരം. ഗ്രീൻ കേരള മിഷൻ, ഡയറ്റ്, സയൻസ് ക്ലബ്ബ് എന്നിവരുടെ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ കൊച്ചു സ്കൂൾ GHS കുണ്ടുപറമ്പ് ഇന്ന് കയറുകയാണ്. അതിനുള്ള വലിയൊരു സന്തോഷം ആദ്യമേ ഷെയർ ചെയ്യുന്നു. ഇങ്ങനൊരു അവസരം നമുക്ക് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് തന്നതിന് ആദ്യമേ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പ്രകടിപ്പിക്കുന്നു. ഗ്രീൻ കേരള മിഷൻ വൈസ് ചെയർമാൻ നസർ സാർ, ഗ്രീൻ കേരള മിഷൻ കൺവീനർ ഇക്ബാൽ സാർ, ഗ്രീൻ കേരള മിഷൻ വൈസ് ചെയർമാൻ ഷജിൽ സാർ, ഞങ്ങളുടെ സയൻസ് ക്ലബ്ബ് സീഡ് കോർഡിനേറ്റർ ഡോക്ടർ ശ്രീജ ടീച്ചർ, ഞങ്ങളുടെ അക്കാഡമിക് ഹെഡ് ശിവ ടീച്ചർ, ഗ്രീൻ കേരള ടെക്നിക്കൽ സ്റ്റാഫ് മുജീബത്ത് മാഡം, ഞങ്ങളുടെ പ്രിയ കുട്ടികൾ നേഹ, ഐശ്വര്യ, ആദിത്യൻ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന സെമിനാർ സീരീസ് 18 ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലെ ടോപ്പിക് എന്ന് പറയുന്നത് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് എന്നാണ്. ഈ ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് എന്ന് പറഞ്ഞതിനേക്കാൾ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം തോന്നുന്നത് ഹെൽത്തി ഹാബിറ്റ്സ് ആൻഡ് ഹാപ്പി ലൈഫ് എന്ന് പറഞ്ഞതിലാണ്. ഈ ഹെൽത്തി ഹാബിറ്റ്സും ഹെൽത്തി ലൈഫും നമ്മളുടെ ഓരോ വ്യക്തികളിലും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നതാണ് ഒരു പക്ഷേ ഇത്തരം സെമിനാർ കൊണ്ട്, ഇത്തരം പ്രോഗ്രാം കൊണ്ട് നമ്മൾ അസൈൻ ചെയ്യുന്നത്. ഒരു വ്യക്തിക്ക് ഒരു ഹെൽത്തി ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഹാപ്പി ലൈഫ് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ബാലൻസ്ഡ് മൈൻഡ് വേണം, ഒരു നറിഷ്ഡ് ബോഡി വേണം, ഫുൾഫിൽഡ് സ്പിരിറ്റ് വേണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒത്തിണക്കി കൂട്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ ഒരു ഹെൽത്തി ഫിസിക്കൽ ഹെൽത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങേരുടെ അല്ലെങ്കിൽ വ്യക്തിയുടെ നമ്മുടെ ഡയറ്റ് ഒന്ന് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. ആ ഡയറ്റിലൂടെ തന്നെ ന്യൂട്രീഷ്യസ് ഫുഡ് എത്തേണ്ടതുണ്ട്. ഹൈഡ്രേഷൻ, ബോഡിയിലെ ഹൈഡ്രേഷന്റെ ലെവൽ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ അത്തരം 1, 2, 3, 4 പോയിന്റുകളിലൂടെ തന്നെ നമുക്ക് ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഏറ്റവും മിനിമം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ മകന്റെ ഫുട്ബോൾ കോച്ച് പറഞ്ഞൊരു വേർഡ് ഉണ്ട്. നല്ല ഗ്രൗണ്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലുകൾക്ക് പണികളൊന്നും ഇല്ലാതെയാവും. അത് എന്നെ വല്ലാതെ സ്വാധീനിച്ചൊരു പോയിന്റാണ്. അതുപോലെ തന്നെ നമ്മളെ മെന്റൽ ഹെൽത്ത്, പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ജോബിൽ വരുന്ന സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, അത് നമുക്ക് മാനേജ് ചെയ്യുന്നത്, അതും എങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് മാനേജ് ചെയ്യുന്നു, അതിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട കുറേ വ്യക്തികൾ തന്നെയാണ് ഇതിലുള്ളത്. നാസർ സാറും പിന്നെ ഷൈജൽ സാറും ഇക്ബാൽ സാറും ഒക്കെ അവരുടെ ജോലിയെല്ലാം കഴിഞ്ഞ് ബാക്കിയുള്ള എക്സ്ട്രാ സമയം ഇതിന് കണ്ടെത്തുകയാണ്. നമ്മുടെ കുട്ടികളും നമ്മളെല്ലാം അതിന് കണ്ട് പഠിക്കേണ്ടിയിരിക്കുന്ന കുറച്ച് പോയിന്റുകളുണ്ട്. എങ്ങനെ അവർക്ക് ജോലി സ്ഥലങ്ങളിലും ബാക്കി സമൂഹത്തിലുള്ള കുറച്ച് മാറ്റങ്ങൾക്കും വേണ്ടി കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് ഇടപഴകാം, അല്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോമുകൾ എന്തൊക്കെ ഉപയോഗപ്പെടുത്താം എന്നത് ഒരു പോസിറ്റീവായുള്ള ഒരു കാര്യമാണ്. കുട്ടികൾ അത് പ്രത്യേകിച്ച് നോക്കി കാണേണ്ടതാണ്. പിന്നീട് നമ്മൾക്ക് ഇമോഷണൽ വെൽബീയിങ് ആയി മാറുന്നതാണ്. അപ്പോൾ എപ്പോഴും ഇക്ബാൽ സാർ ആയാലും ശരി, ഇത്തരം പ്രോഗ്രാമുകൾ ലീഡ് ചെയ്യുന്നവരുടെ മുഖത്ത് അല്ലെങ്കിൽ അവരുടെ വൈബ്രന്റ് ആയുള്ള ആ രീതി തന്നെ നമ്മളൊന്ന് കോച്ച് ഒന്ന് ഒപ്പിയെടുത്താൽ മതി. കാരണം അവരുണ്ടാക്കുന്ന ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ട്. ആ പോസിറ്റീവ് റിലേഷൻഷിപ്പ് തന്നെയാണ് നമ്മുടെ കുട്ടികൾക്കും അല്ലെങ്കിൽ സമൂഹത്തിനും കോപ്പി അടിക്കേണ്ടതും നമ്മൾ മുന്നോട്ടേക്ക് പോകേണ്ടതും. അപ്പോൾ ഒരു പക്ഷേ കുട്ടികൾക്കായാലും ഏത് പ്രായത്തിലുള്ളവർക്കായാലും ശരി, സൊസൈറ്റിയിലേക്കുള്ള ഒരു പോസിറ്റീവ് ഇന്ററാക്ഷനും അല്പം ഹെൽത്തും അല്പം പവർഫുൾ ആയുള്ള മൈൻഡും ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കൊരു പോസിറ്റീവായുള്ള തികച്ചും ഗുഡ് ഹെൽത്തും വെൽ ബീയിങ് എന്നൊരു സാക്ഷാത്കാരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ആ രീതിയിലുള്ള നടപടിക്രമങ്ങളിലേക്ക് നമുക്ക് നമ്മളുടെ കുട്ടികളെയും സമൂഹത്തെയും മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ ഒരു പ്രോഗ്രാം ഇന്നത്തെ സീരീസ് ഓഫ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അവസാനമായിട്ട് വെൽ ബീയിങ് ബിഗിൻസ് വിത്തിൻ എന്നൊരു കോട്ടോടുകൂടി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്ന എല്ലാവർക്കും
പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.